ജർമ്മൻ ചിത്രകാരനായ മോറിസ് റിറ്റ്സിന് ദ ചെക്ക്മെയ്റ്റ്സ് എന്ന പേരിൽ പ്രശസ്തമായ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. ഏറെക്കാലം പാരീസിലെ ലൂഫ് മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന ഒരു പെയിൻറ്റിംഗാണത്. തൻ്റെ ആത്മാവിനെ പണയപ്പെടുത്തി ചെകുത്താനോട് ചെസ് കളിയിൽ പരാജയപ്പെട്ട് നിരാശനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനും വിജയശ്രീലാളിതനായി സമീപത്തിരിക്കുന്ന ചെകുത്താനും ഉള്ള ഒരു പെയിൻറ്റിംഗാണത്. വെള്ളക്കരുക്കളിൽ ചെകുത്താനെതിരെ ചെസ് കളിച്ച ചെറുപ്പക്കാരൻ്റെ രാജാവിനെ ചെക്ക്മേറ്റ് എന്ന സ്ഥിതിയിലാക്കി ചെകുത്താൻ ജയിച്ചു നിൽക്കുന്ന നിലയിലാണ് ഈ ചിത്രം ഉള്ളത്. ഏറെ കാലത്തിന് ശേഷം ഈ മ്യൂസിയം സന്ദർശിക്കാനിടയായ ഒരു ചെസ് ചാമ്പ്യൻ ഈ ചിത്രത്തിന് മുന്നിൽ ഏറെ നേരം ചിലവിട്ടു. ചിത്രം വിശദമായി പഠിച്ചതിന് ശേഷം സമീപത്ത് നിന്ന ഗൈഡിനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഒന്നുകിൽ നിങ്ങൾ ഈ ചിത്രം ഇവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ ഈ ചിത്രത്തിന് മറ്റെന്തെങ്കിലും പേരിടുക. കാരണം അന്വേഷിച്ച ഗൈഡിനോട് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു: ഇതെങ്ങനെ ഒരു അടിയറവാകും? ഈ രാജാവിന് ഒരു നീക്കം കൂടി ബാക്കിയുണ്ടായിരുന്നല്ലോ എന്ന്. ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചെസ് മത്സരം ജയിച്ചേനെ എന്ന്. നിരാശയുടെയും വ്യഥയുടെയും കണ്ണീർ തീരത്ത് നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യാശയുടെ ഒരു അവസാന നീക്കം നമുക്കായി ബാക്കിയുണ്ടാവും. ഈ നോമ്പ് കാലം പ്രത്യാശകൾ നമുക്ക് പ്രചോദനമാകട്ടെ.